പെന്തക്കോസ്ത് തീവ്രവാദം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുൻ ക്രിസ്ത്യാനിയായ എക്സ് ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു വീഡിയോ ചെയ്യുകയും അദ്ദേഹം ഒരു പാസ്റ്ററിൻ്റെ മകനാണ്, ആ നിലക്ക് ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സീരീസ് ഓഫ് വീഡിയോസ് നമ്മൾ കാണാനിടയായി. അതിൽ അദ്ദേഹം എന്താണ് ഈ പെന്തക്കോസ്ത് തീവ്രവാദം എന്ന് പറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാവുന്നതിനൊന്ന് റിയാക്ട് ചെയ്യാം. ഇവിടുത്തെ പാസ്റ്റേഴ്സ് എന്താണ്, ഇവിടെ കിട്ടുന്ന വിശ്വാസികളെല്ലാം ചർച്ചിൽ കൂട്ടിയിരുത്തി അവരെല്ലാം കൂടെ പ്രാർത്ഥിച്ച് അവരുടെ വീടുകളിലൊക്കെ പോവുക, അവരുടെ കല്യാണത്തിന് പോയി പ്രസംഗിക്കുക, അവരുടെ വീടുകളിലെ പ്രാർത്ഥനയ്ക്കൊക്കെ പോവുക, ഇതൊക്കെ പരിപാടികളല്ലേ. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നത് സുവിശേഷ വേലയാണ്. ആ സുവിശേഷ വേല എന്താണെന്ന് തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞുതരാം. സുവിശേഷ വേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യാനിറ്റിയിൽ ഇല്ലാത്ത, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് വിഭാഗത്തിലില്ലാത്ത, ആ വിശ്വാസത്തിലേക്ക് വരാത്ത ആളുകളെ, അന്യമതസ്ഥരെ, അന്യവിഭാഗക്കാരെ ഇതിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ്. അല്ലെങ്കിൽ ആ പരിപാടിക്ക് പറയുന്ന, ആ ഡ്യൂട്ടിക്ക്, ആ ജോലിക്ക് പറയുന്ന പേരാണ് സുവിശേഷ വേല. അതായത് യേശുക്രിസ്തുവിൻ്റെ കഥകളൊക്കെ പറഞ്ഞ് ആളുകളെയൊക്കെ വശീകരിച്ച് അവരെ ക്രിസ്ത്യാനിയാക്കുക, പെന്തക്കോസ്താക്കുക. അതായത് പച്ചയായി പറഞ്ഞാൽ തീവ്രവാദം. അപ്പോൾ അതാണ് തീവ്രവാദം. അപ്പോൾ ഇവിടെ ശരിക്കും അദ്ദേഹം പറയുന്നത് വെച്ചാൽ ആളുകൾ ഇവിടെയുള്ള പാസ്റ്റർമാരെ പോലെയല്ല, കേരളത്തിലുള്ള ക്രിസ്ത്യാനികളെ പോലെയല്ല, മറിച്ച് നോർത്തിലുള്ള ക്രിസ്ത്യൻ പാതിരിമാർ അവർ ആളുകളെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സുവിശേഷ വേല എന്ന പേരിൽ അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അത് തീവ്രവാദമാണ്. ഇത് യേശുക്രിസ്തുവിനെ പറ്റി, യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പറ്റി, സുവിശേഷങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞ് കൊടുത്ത ആളുകളെ മതത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ആ ക്ഷണിക്കുന്ന പ്രവർത്തനമേ തീവ്രവാദമാണ്, ഇറ്റ് സെൽഫ് തീവ്രവാദമാണ്. എങ്ങനെയാണ് തീവ്രവാദമാകുന്നത് എന്നുള്ളത് ബാക്കി കൂടി നമുക്ക് കേൾക്കാം. അപ്പോൾ ഇതാണ് ആ ഒരു പ്രിമൈസ് എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് കേൾക്കാം. ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിൽ ഇത്രയും പെർസിക്യൂഷൻ, അതായത് ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നത്? ഒരു പെന്തക്കോസ്തുകാരൻ സ്വന്തം നാടും വീടും ഭാര്യയും മക്കളെയൊക്കെ വിട്ടിട്ട്, ചിലപ്പോൾ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് പോയിട്ട് താമസിക്കുകയാണ്. ഇവിടെ ശരിക്കും മനസ്സിലാക്കണം, ആക്രമിക്കപ്പെടുന്നതിന്റെ കാരണം പറയാണ്. അതായത് ഒരുപാട് ക്രൈസ്തവ പുരോഹിതന്മാർ എന്ത് ചെയ്യുന്നുണ്ട്, നോർത്ത് ഇന്ത്യയിൽ ആക്രമിക്കപ്പെടുന്നുണ്ട്. അത് അക്രമം തെറ്റാണെന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ അതിന്റെ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നതാണ്. അതായത് ആക്രമിക്കുന്ന ആളുകൾ നമ്മൾ പലപ്പോഴും കുറ്റപ്പെടുത്താറുണ്ടാവും, അക്രമികളെ. അപ്പം അത് മാത്രമല്ല, അതിന്റെ പിന്നിൽ വേറെ കുറച്ച് കാരണങ്ങളുണ്ട് എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അത് നിസ്സാര പൈസയ്ക്കാണ്. അവർക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ തന്നെ വെറും 5000 രൂപ 6000 രൂപയ്ക്ക് ആയിരിക്കും ഒരു മാസത്തെ. അതിനകത്തുനിന്ന് വാടകയും എല്ലാ ചിലവുകളൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ നല്ല രീതിയിൽ പഠിക്കേണ്ട കുട്ടികൾ അവിടെ പോയിട്ട് നരകിക്കുകയാണ്. അവരെന്താണ് അവിടെ ചെയ്യുന്നത്? ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവും, ആ ഓർഗനൈസേഷൻ ഉണ്ടല്ലോ ഒരുപാട് പാസ്റ്റേഴ്സ് ഉണ്ടാവും. ആ പാസ്റ്റേഴ്സ് എല്ലാം ചെയ്യുന്നത് അവിടെ ചർച്ചിൽ പോയി പ്രാർത്ഥിക്കുക, ആ പരിപാടികളല്ല. കേരളത്തിൽ കാണുന്ന പാസ്റ്റേഴ്സിനെ പോലല്ല നോർത്ത് ഇന്ത്യയിലെ പാസ്റ്റേഴ്സ് ചെയ്യുന്നത്. എന്താണ്? ഒരു പാസ്റ്റർ ഒരു ഗ്രാമത്തിലേക്ക് ചെല്ലുന്നു. ആ ഗ്രാമത്തിലെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പാവപ്പെട്ടവർ താമസിക്കുന്ന ഗ്രാമമായിരിക്കും, ദളിതരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമായിരിക്കും. കാരണം കൂടിയ ജാതി എന്ന് അറിയപ്പെടുന്ന ആളുകൾക്ക് അടുത്തേക്ക് ചെല്ലാൻ വളരെ ഭയമാണ്. അവർ പെട്ടെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചിലപ്പോൾ അത് കയ്യങ്ങളിലേക്കും ചിലപ്പോൾ കൊല്ലപ്പെടാനുള്ള ചാൻസസും കൂടുതലായിരിക്കും. അപ്പോൾ രണ്ട് കാര്യങ്ങളുള്ളത്. ഒന്ന്, ഈ പോകുന്ന പാസ്റ്റേഴ്സ്, അവരുടെ മക്കൾ, അവരുടെ ഭൗതികപരമായിട്ട് അവർക്ക് നല്ല ഭക്ഷണം കിട്ടൂല, വിദ്യാഭ്യാസം കിട്ടൂല, അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. തീർച്ചയായും അത് ജെന്യൂൻ ആയിരിക്കാം. ഇദ്ദേഹത്തിന് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ട് എന്നും തുടക്കത്തിൽ പറയുന്നു. അപ്പോൾ ആ അനുഭവങ്ങളെ റദ്ദ് ചെയ്യല്ല, അത് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതാണ്. ഒരിക്കലും ആ രൂപത്തിൽ എന്തെങ്കിലും ഇത്തരം കാര്യങ്ങളെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ മക്കളുടെ വിശപ്പിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടല്ല, ആ നിലക്കല്ല. അതിന് സാധ്യത ഉണ്ടായിരിക്കെ ലഭിക്കാത്ത അവസ്ഥയിലൊക്കെ, മീൻസ് നാട് മൊത്തം പട്ടിണിയാവുന്നൊരവസ്ഥയിലുള്ളതല്ല, മറിച്ച് അതിന് സാധ്യത ഉണ്ടായിരിക്കും അത് പ്രത്യേകം തിരിച്ചുകൊണ്ട് വേറെ എന്തെങ്കിലും കാര്യത്തിന് പ്രയോഗിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു നിലക്ക് ന്യായീകരിക്കാവുന്ന. പിന്നെ ഇവിടെ പറയുന്ന ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഉന്നത ജാതിക്കാരുടെ അടുത്ത് പോയാൽ അവിടെ കൊല്ലപ്പെടാൻ വരെ സാധ്യതയുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്. പക്ഷേ അവിടെ നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കണം. ഒരു പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നത്തെയല്ല നമ്മൾ അടിവരായിട്ട് പറയേണ്ടത്. ഇവിടെ ഈ ഉന്നത ജാതിക്കാരുടെ അടുത്ത് പോയാൽ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത്രമേൽ വലിയൊരു പ്രശ്നം അവിടെ ഉണ്ട് എന്നല്ലേ? എവിടെ പ്രശ്നം ഉണ്ട്? പോകുന്നതാണോ പ്രശ്നം, അതോ കൊല്ലുന്നതാണോ പ്രശ്നം? ഇപ്പോൾ പറയാൻ സിമ്പിൾ പറയാണ്, ആ ബിൽഡിങ്ങിൽ കുറച്ച് ആൾക്കാരുണ്ട്, അവരങ്ങനെ അവരുടെ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചിലപ്പോൾ പോയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം സൗമ്യമായിട്ടാണെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെന്ന് കൊന്നേക്കാം. അപ്പോൾ ആരുടെ പ്രശ്നം? അവിടെ ഉള്ള ആൾക്കാരടുത്താണോ, പോകുന്ന ആൾക്കാരടുത്താണോ? ഓക്കെ, ഇനി ഇവൻ പോകേണ്ട ആവശ്യമില്ലല്ലോ, ഇവൻ എന്തിനാണ് പോകുന്നത്? ആ ക്വസ്റ്റ്യനാണ് അവിടെ റൈസ് ചെയ്യേണ്ടത്. അതോ ഈ കൊലപാതകം ചെയ്യുന്ന, ക്രൂരത ചെയ്യുന്ന ആളുകളുടെ സ്വഭാവത്തെയാണോ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്? അത് വളരെ സിമ്പിളും, പോകുന്നത് എന്തിനാ പോയി കൊലപാതകം വാങ്ങുന്നത്, എങ്ങനെയാണിത്? ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ പാസ്റ്റേഴ്സ് ഗ്രാമങ്ങളിലെ ആളുകളുടെ അടുത്തേക്ക് ചെല്ലുന്നു, അവരുമായിട്ട് സംസാരിക്കുന്നു, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു, പതിയെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. അല്ലെങ്കിൽ സ്തോത്രം ദൈവമേ ഇവരെ രക്ഷിക്കണമേ, ഇവർക്കുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണമെന്ന് പറഞ്ഞു അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അങ്ങനെ അവർക്ക് തോന്നുന്നു, കൊള്ളാലോ, നല്ല മനുഷ്യർ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പുറത്തുനിന്ന് ഒരാൾ വരുന്നു, പ്രത്യേകിച്ച് ഒരു മദ്രാസി, അതായത് മലയാളികൾ. അങ്ങനെ ആ ബന്ധം കുറച്ചുകൂടെ നല്ലതാവുന്നു. അങ്ങനെ പതിയെ അവരുടെ ആവശ്യങ്ങളനുസരിച്ച്, അവർക്ക് പണമാണ് ആവശ്യമെങ്കിൽ പണം കൊടുക്കുന്നു, കമ്പിളി പുതപ്പാണെങ്കിൽ കമ്പിളി പുതപ്പ് കൊടുക്കുന്നു, അരിച്ചാക്കാണെങ്കിൽ അത് കൊടുക്കുന്നു. അങ്ങനെ പതിയെ ആ ബന്ധം വളരെ സ്ട്രോങ് ആവുന്നു. അവർ നോക്കുമ്പോൾ എൻ്റെ അമ്പലത്തിലെ പൂജാരിക്ക് പോലും ഇല്ലാത്തൊരു സ്നേഹം പുറം നാട്ടിൽ നിന്ന് വന്ന ഒരു വരത്തിന്
എൻ്റെ അടുത്ത് തോന്നുന്നു. അതും വേറൊരു മതക്കാരന്. അവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു, എനിക്ക് പണം നൽകുന്നു, എനിക്ക് അരിച്ചാക്ക് നൽകുന്നു, എനിക്ക് കമ്പിളി പുതപ്പ് നൽകുന്നു, എനിക്ക് പുസ്തകങ്ങൾ തരുന്നു, എൻ്റെ മക്കളെ ഭയങ്കര സ്നേഹിക്കുന്നു. ഞങ്ങളെ തൊടാൻ പോലും ഇഷ്ടമില്ലാത്ത ആളുകളുള്ളപ്പോൾ ഇവർ വന്നിട്ട് ഞങ്ങളെ കുട്ടികളെ തോളത്തെടുത്ത് വെക്കുന്നു, ഇവരുടെ സംസാരിക്കുന്നു. Again, ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇത് നെഗറ്റീവ് ടോണിലാണ് പറയുന്നത്. പറഞ്ഞു പോകുന്നൊരു വിഷയം ആലോചിച്ച് നോക്കുക. എന്തുകൊണ്ട് ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യയിലുള്ള പ്രത്യേകിച്ചും ദളിതരായ ആളുകൾ ക്രൈസ്തവതയിലേക്ക് മതം മാറുന്നു എന്നുള്ളതാണ് പറയുന്നത്. അവിടെ അടിസ്ഥാന പ്രശ്നം ഇദ്ദേഹത്തിന്റെ സംസാരത്തിലുണ്ട്. എന്താ, അദ്ദേഹത്തെ ഈ പറഞ്ഞ ഈ ദളിതരായ ആളുകൾ, അവരുടെ മതക്കാർ, കീഴ്ജാതിയിൽപ്പെട്ട ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതക്കാരായ ആളുകൾ ഇവരെ തൊടാൻ പോലും തയ്യാറാവുന്നില്ല, ഇവരുടെ മക്കളൊന്നും പിടിക്കാൻ പോലും തയ്യാറാവാത്ത, അങ്ങനെ മാറ്റി നിർത്തുന്ന ആളുകൾ അവരെ എന്ത് ചെയ്യുന്നു, ഇവർ പോയി പിന്നെ ഒരുമിച്ച് കൂട്ടുന്നു, അല്ലെങ്കിൽ അവരെ തോളത്തെടുത്ത് വെക്കുന്നു, അവരെ ലാളിക്കുന്നു, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇവർ നല്ലത് ചിന്തിക്കുന്നു എന്നാണ് പ്രശ്നം. അതായത് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ബാക്കി മനുഷ്യർ ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാത്ത, ഇവരോട് സൗമ്യമായിട്ടോ സൗഹാർദ്ദത്തിലോ സ്നേഹത്തിൻ്റെ ഭാഷയിലോ ഇതുവരെ സംസാരിക്കാത്ത, ഇവരൊന്ന് സ്പർശനം കൊണ്ടുപോലും അടുത്തറിയാത്ത ആളുകൾ, ആ ആളുകളാണ് തങ്ങളുടെ സഹോദര സമുദായ അംഗങ്ങളായിട്ട് നാലുപുറം ജീവിക്കുന്നത്. ആ സമയത്ത് പുറത്തുനിന്ന് പുറം നാട്ടുകാരനായിട്ടുള്ള ഒരാൾ ഇത്രത്തോളം സ്നേഹത്തോടെയുള്ള സമീപനം കൊണ്ട് തങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. ആ സമയത്ത് ഇവർ അട്രാക്റ്റഡായി ആകർഷിക്കപ്പെട്ടു പോവുകയാണ്. ഇനി ആ വരുന്ന മനുഷ്യൻ്റെ സ്നേഹം കപടമാണെന്ന് തന്നെ വിചാരിച്ചോളൂ. ഇനി അയാൾ ഇതൊക്കെ ആർട്ടിഫിഷ്യലായി പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണെന്ന് വിചാരിച്ചോളൂ. അയാൾ ആരെങ്കിലും ഇവിടെ ദ്രോഹിക്കുന്നുണ്ടോ, ആരെങ്കിലും പ്രയാസപ്പെടുത്തുന്നുണ്ടോ, ക്രൂരതകൾ കാണിക്കുന്നുണ്ടോ? ഒരു മനുഷ്യനോട് ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കല്ലേ. എനിക്ക് ബാസിൽഖാനോട് എന്താ ആവശ്യമുണ്ട്? ആ ആവശ്യം ബാസിൽഖാനെ ദ്രോഹിക്കുന്ന കാര്യമല്ല, എൻ്റെ സമീപനം ബാസിൽഖാനെ ദ്രോഹിക്കുന്ന കാര്യമല്ല. ആ ആവശ്യം നേടിയെടുക്കാൻ രണ്ടാൾക്കും പ്രയാസമില്ലാത്ത വിധം, സമൂഹത്തിന് പ്രയാസമില്ലാത്ത വിധം ഒരാവശ്യം നേടിയെടുക്കാൻ വേണ്ടി ഞാൻ ഇദ്ദേഹത്തോട് അനുനയത്തോടുകൂടി പെരുമാറുന്നതുകൊണ്ട് എന്താ പ്രശ്നം? എനിക്കൊരു 10,000 രൂപ കടം വേണം, ഞാൻ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. കൊടുക്കാതിരിക്കാൻ പറ്റിക്കാണെന്നും എനിക്ക് ഉദ്ദേശമില്ല. അതിനു വേണ്ടി ഞാൻ പോയി സൗമ്യതയോടുകൂടി പെരുമാറുന്നു. ഇഷ്ടം അല്ലെങ്കിൽ സ്നേഹമൊക്കെ നല്ല രീതിയിൽ എനിക്ക് ഇല്ലാത്തത്ര ഞാൻ പ്രകടിപ്പിക്കുന്നു. എന്താ പ്രശ്നം? എന്താ വേറൊരാളും പെരുമാറാത്ത രീതിയിൽ ആ ആവശ്യം നേടിയെടുക്കാൻ തന്നെ. ആവശ്യം എന്ന് പറയുമ്പോൾ ഒരാൾക്കും ഹാമില്ലാത്തൊരു ആവശ്യം കേട്ടോ. ആവശ്യം നേടിയെടുക്കാൻ ഞാൻ പ്രത്യേക സ്നേഹങ്ങളോ പ്രത്യേക അടുപ്പങ്ങളോ കാണിക്കുന്നു, വേറൊരു മനുഷ്യന് കൊടുക്കാത്ത പരിഗണന അയാൾക്ക് കൊടുക്കുന്നു. എന്താ അതുകൊണ്ട് ബുദ്ധിമുട്ട്? അതുകൊണ്ട് എന്താ അപകടം ഉണ്ടാകുന്നത്? അപ്പോഴും ഇയാളെ പരിഗണിക്കാത്ത ബാക്കിയുള്ള മനുഷ്യർ തെറ്റുകാരല്ല, ഇയാൾക്ക് ഞാൻ കൊടുക്കുന്ന കാര്യമൊന്നും കൊടുക്കാത്ത വേറൊരു തെറ്റുകാരല്ല. ഇയാളുടെ നിന്നും ആവശ്യം നേടിയെടുക്കാൻ ആണെങ്കിൽ പോലും, ഞാൻ കാണിക്കുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും, ഞാൻ ഇയാൾക്ക് ചെയ്ത് കൊടുക്കുന്ന എന്തൊക്കെയോ ഫേവറിലാണ് പ്രശ്നം. ആ നേടിയെടുക്കുന്ന ആവശ്യമുണ്ട് എന്നൊറ്റ കാരണം കൊണ്ട് ഞാൻ ഇയാളോട് നല്ല രീതിയിൽ പെരുമാറുന്ന എന്തോ പ്രശ്നമാണ്. അതെങ്ങനെ വായിക്കാൻ പറ്റുക? മാത്രമല്ല, ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായി ഡിസ്കസ് ചെയ്യേണ്ടത് അവിടെ ഉള്ള ആ ജാതീയതയാണ്. ഇവരോട് ഈ ക്രൂരത കാണിക്കുന്ന ആളുകളാണ്. ജാതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? അത് ഈ പറഞ്ഞ പിന്നെ കുറച്ചാളുകൾ ഉന്നതരാണ്, മറ്റുള്ളവർ അധമരാണ്, അവരെ തൊടാൻ പോലും പറ്റൂല എന്ന് തോന്നുന്ന അത്തരം ഒരു വ്യവസ്ഥയാണ് ആദ്യം ചോദ്യം ചെയ്യേണ്ടത്. ആ വ്യവസ്ഥ ഉള്ളത് കൊണ്ടാണ് അൾട്ടിമേറ്റ്ലി ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഇത് നെഗറ്റീവ്ലി മനസ്സിലാക്കിക്കോളൂ, അതായത് ഈ മതപരിവർത്തനവും മറ്റു കാര്യങ്ങളൊക്കെ നെഗറ്റീവ്ലി നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അതിൻ്റെ കാരണം എന്താ? കാരണം ജാതി വ്യവസ്ഥയാണ്, ജാതിപരമായിട്ടുള്ള വിവേചനങ്ങളാണ്. ആ വിവേചനങ്ങൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ശ്വാസം മുട്ടി കഴിയുന്ന ആളുകൾ കുറച്ചെങ്കിലും ആശ്വാസം കിട്ടുന്ന ആളുകളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ അൾട്ടിമേറ്റ്ലി അതിനെ നെഗറ്റീവായിട്ട് കാണുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യേണ്ടത് ഈ ജാതീയതയാണ്. ആ ജാതീയതയെ അല്ലെങ്കിൽ ജാതി വിവേചനത്തെ ചോദ്യം ചെയ്യാതെ, അതിനെ അഡ്രസ്സ് ചെയ്യാതെ നിങ്ങൾ നേരെ പോകുന്നത് പിന്നെ എന്താണ്, ഈ ഫേവർ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ അരിയും പഞ്ചസാരയും കൊടുക്കുന്ന ആളുകളെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ പ്രശ്നവൽക്കരിക്കുന്നത്. അതിനെ പ്രശ്നവൽക്കരിച്ചോളൂ, പക്ഷേ അതിനപ്പുറത്തേക്ക് അതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നത്തെ കണ്ടില്ല എന്ന് നടിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു നീതിയല്ല, ന്യായമല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഹൗ ദേ ആർ വർക്കിംഗ് ദേ. അങ്ങനെ ആ ബന്ധം വളരെ നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്നു. പതിയെ ആ സുവിശേഷ വേലക്കാരൻ, ആ പാസ്റ്റർ അവരടുത്ത് പറയുന്നു, എന്തായാലും വെറുതെ ഇരിക്കല്ലേ, ചുമ്മാ നമ്മുടെ ചർച്ചിലൂടെയൊക്കെ വാ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എപ്പോഴും എനിക്ക് ഇങ്ങോട്ട് വരുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, അങ്ങോട്ട് വന്നാൽ ഒരുപാട് കാര്യങ്ങൾ നടക്കും, നിങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകളെ കാണാൻ പറ്റും. അങ്ങനെ അവർ ആ ചർച്ചിലേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒരു കൂട്ടം ആളുകളുണ്ട് അവിടെ, ഇവരെ പോലെ തന്നെ ഗ്രാമങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നവരായിരിക്കാം. അങ്ങനെ ഇവരും പയ്യെ അവരിൽ ഒരാളായിട്ട് മാറുന്നു. ആർക്കും ബുദ്ധിമുട്ടില്ലാതെ, ഒരു പ്രശ്നങ്ങളില്ലാതെ, വളരെ ഈസി ആയിട്ട് ഒരു ഫാമിലിയെ ഫുള്ള് കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യനാക്കി, പെന്തക്കോസ്തുകാരനാക്കി. ഇത്രയും ക്ലെവറായിട്ട്, ഇത്രയും സൈക്കോളജിക്കലി വർക്ക് ചെയ്യുന്ന ഒരു മതം ഉണ്ടാവില്ല. ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, ക്രിസ്ത്യാനിറ്റി എന്നത് വൺ ഓഫ് ദി ബ്രില്യൻറ്റ് സൈക്കോളജിക്കൽ ടെററിസ്റ്റുകളാണ്. ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, ക്രിസ്ത്യൻ പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നത് സൈക്കോളജിക്കലി ബ്രില്യൻറ്റ് ടെററിസ്റ്റുകളാണ്. ടെററിസ്റ്റുകൾ ചെയ്യുന്ന കാര്യം എന്തൊക്കെയാണ്? അരി കൊടുക്കുന്നു, അതേപോലെ തന്നെ സ്നേഹം കാണിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇത് മതപരിവർത്തനത്തിന് ഉപയോഗിക്കാവോ? അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരാൾ ആശയപരമായിട്ട് പരിവർത്തനത്തിന് ഉപയോഗിക്കാന്ന് വെച്ചാൽ അത് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യപ്പെടേണ്ടതാണ്. ഒരു പക്ഷേ അതൊരു നല്ല മാർഗമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ആശയം
ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു ആശയമാണ്. ആ അത് ആശയപരമായി മനസ്സിലാക്കി അടിസ്ഥാനം എന്താണ്? അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞാൽ ത്രിയേകത്വമാണ്, മൂന്നും കൂടിയ ഒന്നാണ് എന്ന് വെച്ചാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അത് മൂന്നും കൂടിയ ഒരസ്തിത്വം. അപ്പോൾ അതിന്റെ എസൻസ് ഒന്നാണ്. അപ്പോൾ ട്രിനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ആശയമാണ് ശരിക്കും കൺവേ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ യേശുവിന്റെ നമ്മളെല്ലാവരും ആദി പാപത്തോടു കൂടി ജനിച്ചവരാണ്, നമുക്ക് എല്ലാവർക്കും പാപമുണ്ട്. എന്നിട്ട് യേശു കുരിശിൽ തറച്ചത് കൊണ്ട് അതിൽ വിശ്വസിക്കുന്നവർക്ക് ആ പാപം ഒഴിവായി പോകും. ഇങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് യേശു ക്രൂശിക്കപ്പെട്ടത്. ഇതാണ് അടിസ്ഥാനം. ഓക്കെ, ഈ അടിസ്ഥാനമാണ് ശരിക്കും പഠിപ്പിക്കേണ്ടത്. ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത് ട്രിനിറ്റി ഉണ്ട്, ഇതാണ് അടിസ്ഥാനം, ഈ യേശുവിൻ്റെ ക്രൂശീകരണത്തിൽ വിശ്വസിച്ചാൽ മോക്ഷം എന്നുള്ളതാണ് അടിസ്ഥാനം എന്ന ആശയപരമായ കൺവേ ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റി. അതായത് ഒരാൾ ക്രിസ്ത്യൻ ആവേണ്ടത് എനിക്ക് ക്രിസ്ത്യനായ ഒരാൾ അരി തന്നു എന്നുള്ളതുകൊണ്ടാവരുത്, ക്രിസ്ത്യാനിറ്റി ശരിയാണെന്നതുകൊണ്ടായിരിക്കണം. അതാണ് അതിൻ്റെ വഴി. അത് നിങ്ങൾക്ക് വിമർശിക്കാം, അതിന് ആശയപരമായിട്ടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്താം. പക്ഷേ ഒരാൾ മറ്റൊരാൾക്ക് അരി കൊടുക്കുന്നത്, അയാളുടെ സ്നേഹം കാണിക്കുന്നത്, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അയാളെ ഒരു മതത്തിലേക്ക് ചേർക്കാനാണ്, അല്ലെങ്കിൽ ഒരു മതത്തിനെ കാണിച്ചുകൊണ്ട് ഇതിൻ്റെ പോസിറ്റീവ്സ് പറയാനാണ്, ഈ മതത്തെ അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്യിപ്പിക്കാനാണ് എന്നൊറ്റ കാരണം കൊണ്ട് എങ്ങനെ അയാൾ തീവ്രവാദിയാവുക? നിങ്ങൾക്ക് അപ്പോഴും ആരും തീവ്രവാദിയാകുന്നില്ല. ഈ മനുഷ്യനോട് ഇതേ മനുഷ്യൻ്റെ അതേ ദൈവത്തെ ആരാധിക്കുന്ന, ഇതേ മനുഷ്യനെ പോലെ ഒരു മതമനുസരിച്ച് ജീവിക്കുന്ന, അവരെ തൊടാൻ പോലും പറ്റാത്ത, അവരെ അത്രത്തിൽ മാറ്റി നിർത്തുന്ന, അവരോട് ക്രൂരതകൾ കാണിക്കുന്ന, നൂറ്റാണ്ടുകളായിട്ട് അവരെ അടിച്ചമർത്തുന്ന ഒരാൾ നിങ്ങൾക്ക് ഇപ്പോഴും തീവ്രവാദിയായിട്ട് തോന്നില്ല. എന്നാൽ തങ്ങളുടെ മതത്തെ അട്രാക്റ്റീവായിട്ട് തോന്നിക്കാൻ വേണ്ടി ഈ മനുഷ്യനോട് സ്നേഹത്തോടെ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ സ്നേഹത്തോടെ പെരുമാറുന്ന മനുഷ്യൻ നിങ്ങൾക്ക് തീവ്രമായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഇതൊരു മെറിറ്റിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ആ കൺവേ ചെയ്യുന്ന രീതിയെ നമുക്ക് വിമർശിക്കാം, അത് പ്രശ്നമൊന്നുമില്ല. അതായത് നേരിട്ട് ആശയം പറഞ്ഞുകൊണ്ടാണ് പ്രബോധനം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആളുകളെ മതപരിവർത്തനത്തിലേക്കൊക്കെ ക്ഷണിക്കേണ്ടത്. ക്രിസ്ത്യാനിറ്റി ഇന്നതാണ്, അതിൻ്റെ ആശയങ്ങൾ ഇന്നതാണ്, അതിൻ്റെ മോക്ഷ സങ്കല്പം ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ചെയ്യേണ്ടത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ തന്നെ ഇപ്പോൾ ഇസ്ലാമിനെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാം ഏകദൈവത്തിൽ വിശ്വസിക്കുകയാണ്. നമ്മളെല്ലാവരും സൃഷ്ടിച്ച ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും എല്ലാവരെയും സൃഷ്ടിച്ച ഏകനായ ഒരു സട്ടാവുണ്ട്, ആ സട്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ളതാണ് ഇസ്ലാം. ഓക്കെ, ആ സട്ടാവിനെ സമർപ്പിക്കുക എന്നുള്ള പദമാണ് യഥാർത്ഥത്തിൽ സമർപ്പണം എന്നുള്ളതാണ് ഇസ്ലാം. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടാണ്, അല്ലാതെ വേറെ പിന്നെ അരിയും അല്ലെങ്കിൽ പിന്നെ പഞ്ചസാരയും കൊടുത്തുകൊണ്ടല്ല ഇസ്ലാമിലേക്കോ ക്രിസ്ത്യാനിറ്റിയിലേക്കോ ഹിന്ദു മതത്തിലേക്കോ ഒന്നും കൺവേർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് പറയാം. പക്ഷേ ഇത് ചെയ്യുന്നത് തീവ്രവാദമാണ്. ഇനി ഇദ്ദേഹത്തിന് ക്രിസ്ത്യൻ തീവ്രവാദത്തെ എതിർക്കാനാണെങ്കിൽ അതിന് ഒരുപാട് വഴികളുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് നോർത്ത് ഈസ്റ്റിൽ ഒരുപാട് സായുധ സംഘങ്ങൾ തന്നെയുണ്ട്. ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന, ഇന്ത്യൻ യൂണിയനെതിരെ ആയുധമേന്തിയിട്ടുള്ള ഒരുപാട് ക്രിസ്ത്യൻ സായുധ സംഘങ്ങളുണ്ട്. അവർ പലതരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ തന്നെ പിന്നെ തീവ്രവാദ സംഘടനകളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ള ക്രിസ്ത്യൻ തീവ്രവാദ സംഘടനകളുണ്ട്. അവർ പിന്നെ നോർത്ത് ഈസ്റ്റിലുള്ള പല സ്റ്റേറ്റുകളും അത് പ്രത്യേകം ക്രിസ്ത്യൻ രാജ്യമാക്കണം എന്ന പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്. ക്ലെയിം ഒരുപാട് അവർ പലതരത്തിലുള്ള സമരമാർഗങ്ങളിലൂടെ ഉന്നയിച്ചിട്ടുണ്ട്. അത് ചെയ്യുന്നവരെ നിങ്ങൾക്ക് തീവ്രവാദി ഭീകരവാദി എന്ന് വിളിക്കാം. പക്ഷേ ഇവിടെ ഇദ്ദേഹം കൺവേ ചെയ്യുന്നത് വെച്ചാൽ ഈ പറഞ്ഞ പാസ്റ്റർമാർ അവരുടെ മതം മാത്രമാണ് ശരി, അതാണ് മോക്ഷത്തിൻ്റെ ഏക വഴി എന്ന് പറയുന്നു. അത് തീവ്രവാദമാണെന്നാണ് അൾട്ടിമേറ്റ്ലി പറഞ്ഞത്. അവിടെ സുഹൃത്ത് മനസ്സിലാക്കേണ്ടത്, ഒരാൾ തൻ്റെ ആശയമാണ് ശരി, അതാണ് മോക്ഷത്തിനുള്ള ഏക മാർഗം എന്ന് വിശ്വസിക്കുന്ന ഒരിക്കലും തീവ്രവാദമല്ല. മറിച്ച് എനിക്ക് അങ്ങനെ വിശ്വാസമുള്ളതോടൊപ്പം തന്നെ മറ്റുള്ളവർ അവരുടെ വിശ്വാസത്തെ അനുസരിച്ച് ജീവിക്കാൻ പാടില്ല, അതിനെ ഞാൻ തടയും എന്ന് പറയലാണ് വർഗീയതയും തീവ്രവാദവും ഒക്കെ ആയി മാറുന്നത്. അതല്ലാതെ എനിക്കെൻ്റെ വിശ്വാസമാണ് ശരി, അത് ആ ശരിയിലേക്ക് ആളുകൾ എത്തണം എന്ന വിശ്വാസം ഒരിക്കലും, ആ ഒരു ചിന്താഗതി ഒരിക്കലും എന്തല്ല, തീവ്രവാദമല്ല. അതൊരു കാരുണ്യമാണ്, സ്നേഹമാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കുകയാണ്, ശരിക്കും ഞാൻ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചോ, ഇതാണ് സ്വർഗത്തിലേക്കുള്ള വഴി. ഈ വഴിയിലേക്ക് എൻ്റെ സുഹൃത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന് ഞാൻ മനസ്സിലാക്കുന്നൊരു മോക്ഷം ലഭിക്കും എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഉൾക്കൊള്ളുകയാണെങ്കിൽ ഞാൻ അവൻ എന്താ ചെയ്യേണ്ട? ആ വഴിയിലേക്ക് ക്ഷണിക്കാതിരിക്കണോ വേണ്ടത്? അതിന് ഏത് മതവും ശരിയായിക്കോട്ടെ. ഹൈന്ദവ മതം ശരിയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ക്രൈസ്തവ മതം ശരിയാണ്, ഇസ്ലാം മതം ശരിയാണെന്ന് വിചാരിക്കുക. ഈ 3 മതവും 3 മതത്തിൻ്റെതായിട്ടുള്ള മോക്ഷം പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുകയാണ്, ഏതെങ്കിലും ഒരു മതം ഏതായിക്കോട്ടെ, ആ ഒരു മതത്തിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടു ആ മതത്തിൻ്റെ മോക്ഷമാർഗമാണ് ശരിയെന്ന് ബോധ്യപ്പെട്ടു. അതിലൂടെ ഞാൻ അത്തരത്തിൽ വലിയൊരു മോക്ഷത്തിലേക്ക് പ്രവേശിക്കാൻ എനിക്ക് മനസ്സിലായി. എൻ്റെ സുഹൃത്തും അതുപോലെ മോക്ഷത്തിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നതല്ലേ ബ്രദർഹുഡ്, സാഹോദര്യം എന്ന് പറഞ്ഞാൽ? അതോ എനിക്ക് മാത്രം മോക്ഷം കിട്ടിയാൽ മതി, അവൻ ആ തെറ്റായ വഴി തന്നെ നിലനിന്നോട്ടെ എന്ന് മനസ്സിലാക്കലാണോ? അതോ ഇനി ശരിയെപ്പറ്റി പറയുന്ന തീവ്രവാദമാണോ? അങ്ങനെ മനസ്സിലാക്കുന്നുണ്ടോ? ഇപ്പോൾ രണ്ട് വഴികൾ, രണ്ട് ഓപ്പോസിറ്റാണ്. രണ്ടും ശരിയായാൽ മാത്രമേ സാഹോദര്യം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ദൈവം ഒരേ സമയം ഒന്ന് മാത്രമായിരിക്കുകയും, ഇസ്ലാം പറയുന്ന പോലെ ഒന്ന് മാത്രമായിരിക്കുകയും, ഒരേ സമയം 3 കൂടി 1 അഥവാ ട്രിനിറ്റി, ത്രിയേകത്വം, ഇത് രണ്ടും ആയിരിക്കുന്നു ഒരേപോലെ ഒപ്പം. കോൺട്രഡിക്റ്റിംഗ് ആണ്, വൈരുദ്ധ്യമാണ്, ഒരു നിലക്കും ലോജിക്ക് നടക്കാത്ത കാര്യമാണ്. എന്നാലും അത് രണ്ടും ഒരേപോലെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോഴേ സാഹോദര്യം ഉണ്ടാവുള്ളൂ.
എന്ത് ലോജിക്കാണ് അതിലുള്ളത്? സ്വാഭാവികമായിട്ട് ഒന്നാണല്ലോ ശരിയാവുള്ളൂ. ഏതെങ്കിലും ഒന്നേ ശരിയുണ്ടാവുള്ളൂ. ഒന്നുകിൽ ഒന്നാണ്, അല്ലെങ്കിൽ മൂന്നും കൂടി ഒന്നാണ്. അപ്പം ഈ ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും അവൻ്റെ വിശ്വാസത്തിൽ ആത്മാർത്ഥതയും മറ്റുള്ളവരോട് സ്നേഹം ഉണ്ടെങ്കിൽ എന്താ പറയുക, ഈ മൂന്നും കൂടി ഒന്നാണെന്ന് വിശ്വസിക്കുന്ന, എന്ന് വെച്ചാൽ ട്രിനിറ്റിയിൽ വിശ്വസിക്കുന്ന ആളോട് പറയും, ശരി നിങ്ങളുടെ വിശ്വാസമാണോ ശരിയെന്ന് ഒന്ന് നോക്കണം കേട്ടോ, കാരണം ദൈവം ഒന്നാണ്, ഏകനാണെന്ന് പറയും. ആ മറുഭാഗത്തുള്ള ആൾ അവർ പറയും, ഏകദൈവ വിശ്വാസത്തിൽ വിശ്വസിക്കുന്നവരോട് നിങ്ങളുടെ ഏകദൈവ വിശ്വാസം അല്ല കേട്ടോ, ഈ മൂന്നും കൂടി ഒന്നാണ് കേട്ടോ ശരി എന്ന് അവർ തിരിച്ചും പറയും. ഇത് കൺസേൺ ആണ്. ഞാൻ മനസ്സിലാക്കിയ ശരി എന്ത് ചെയ്യണം, അവനും കൂടെ മനസ്സിലാക്കണം എന്നുള്ള കൺസേൺ ആണ്. ഓക്കെ, ഇനി അങ്ങനെ കൺസേൺ ഇല്ലാത്ത ഒരാൾ ചെയ്യുന്നത് അയാളുടെ ധാർമ്മികമായി അയാളോട് ചെയ്യുന്ന തെറ്റാണ്. ഞാൻ തെറ്റാണ്, എൻ്റെ വഴി തെറ്റാണ്, അയാളുടെ തെറ്റിലേക്ക് മറ്റൊരാളോട് വരണം എന്നുള്ളത് സ്വന്തത്തോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണ്. നമുക്കത് ആരുടെയും മനസ്സ് തുറന്നു നോക്കി കാണിക്കാനൊന്നും പറ്റില്ല. പക്ഷെ എല്ലാവരും സ്വന്തം മതം ശരിയാണെന്ന് മനസ്സിലാക്കുന്നൊരു ഒരു കോണ്ടെക്സ്റ്റിൽ അവർക്ക് മറ്റുള്ളവരെ തങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു മാർഗത്തിലേക്ക് ക്ഷണിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം. അവിടെ മറ്റൊരു വാസത്തിന് പറയാം, ഞാൻ മനസ്സിലാക്കുന്ന തെളിവുകൾ ഇതൊക്കെയാണ്, നീ മനസ്സിലാക്കുന്ന തെളിവുകൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ ഉന്നയിക്കുന്ന തെളിവുകൾക്കാണ് കുറച്ചും കൂടി എന്താ പറയുക മുൻതൂക്കമുള്ളത്. അതുകൊണ്ട് നീ എന്നെ ക്ഷണിച്ചു, പക്ഷേ യഥാർത്ഥത്തിൽ നീ ഇങ്ങോട്ടാണ് വരേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ക്ഷണിക്കാം. നടത്തുവാണെങ്കിൽ പിന്നെ താല്പര്യമില്ലെങ്കിൽ താല്പര്യം എല്ലാതും പറയാം, ഒരു കുഴപ്പമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ എൻ്റെ വിശ്വാസമാണ് ശരി, അതാണ് മോക്ഷത്തിന്റെ ഏക മാർഗം എന്ന് വിശ്വസിക്കാനും അത് മറ്റുള്ളവരോട് പറയാനും പ്രചരിപ്പിക്കാനുള്ള അവകാശം ഭരണഘടനാപരമായ അവകാശമാണ്. ഭരണഘടനയിൽ മൗലിക അവകാശമായി എഴുതിയിട്ടുള്ളതാണ് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും, സ്വീകരിക്കാൻ മാത്രമല്ല ആചരിക്കാനും, അത് മറ്റുള്ളവരോട് പ്രൊഫസ് ചെയ്യാനുള്ള അവകാശം മൗലിക അവകാശം. അപ്പോൾ ഒരു ക്രൈസ്തവൻ അവൻ യേശുവിലൂടെയാണ്, യേശുവിൻ്റെ ക്രൂശീകരണത്തിലൂടെയാണ് മോക്ഷം എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവന് അതിലൂടെ മാത്രമാണ് മോക്ഷം എന്ന് വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. അതിനനുസരിച്ച് ആചരിക്കാനുള്ള അവകാശമുണ്ട്, മറ്റുള്ളവരെ ക്ഷണിക്കാനുള്ള അവകാശവുമുണ്ട്. പക്ഷെ അതൊരിക്കലും പ്രലോഭനത്തിലൂടെയോ ഫോഴ്സ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ ഒന്നും ആവരുത്. അത് സ്വാഭാവികമായിട്ടും ഭരണഘടന അംഗീകരിക്കുന്നൊരു കാര്യമില്ല. പക്ഷെ അത് മാന്യമായ രീതിയിൽ നിയമവിരുദ്ധമല്ലാത്ത ഏത് മാർഗവും സ്വീകരിച്ചുകൊണ്ട് നമുക്കത് ചെയ്യാം. അത് ചെയ്യാനുള്ള അവസരം അവിടെ ഉണ്ടാവണം. അപ്പോഴല്ലേ ശരികൾ തമ്മിലുള്ള ആശയവിനിമയം കൂടുക. അല്ലാതെ എല്ലാവരും അവരുടെ ശരികളിലേക്ക് ചുരുങ്ങുമ്പോൾ അതല്ലേ കൂടുതൽ കൺജസ്റ്റഡ് ആയിട്ടുള്ള വേൾഡ് നിർമ്മിക്കുക. ആശയവിനിമയങ്ങൾ നടക്കട്ടെ, ഓരോരുത്തരും തങ്ങളുടെ ശരികളെ പറ്റി സംസാരിക്കട്ടെ. ആ സംസാരങ്ങളിലൂടെ ഏറ്റവും മികച്ച നിലപാടുകൾ എടുക്കുന്ന ആൾക്ക് പറ്റട്ടെ. എന്തിനെല്ലാത്തിനും കൊണ്ടുപോയി തീവ്രവാദമാക്കുന്നത്? അതെ. അപ്പോൾ ഇതിൽ അൾട്ടിമേറ്റ്ലി എന്താ വെച്ചാൽ എൻ്റെ വിശ്വാസമാണ് ശരി എന്ന് വിശ്വസിക്കുന്നത് തീവ്രവാദമാണ് എന്ന ചിന്താഗതിയിൽ നിന്നാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വരുന്നത്. അത് തിരുത്തുക. എൻ്റെ വിശ്വാസമാണ് ശരി എന്ന് എനിക്ക് വിശ്വസിക്കാം, പക്ഷേ സമതിന് എൻ്റെ ശരി സമതും അതേപോലെ അംഗീകരിച്ചിരിക്കണം എന്ന് പറയുന്നതാണ് തീവ്രവാദം. അതാണ് വർഗീയത. അതായത് ഞാൻ ബീഫ് കഴിക്കൂല, എനിക്ക് കഴിക്കാതിരിക്കാം, പക്ഷെ സമതും കഴിക്കരുത് എന്ന് പറയുന്നതാണ് തീവ്രവാദം. ഞാൻ എന്ത് ചെയ്യാ, മൂപ്പർക്ക് ബീഫ് കഴിക്കില്ല എന്ന പോയിന്റിലേക്ക് എന്നെ ക്ഷണിക്കാം, പ്രബോധനം ചെയ്യാം. ഒരു കുഴപ്പമില്ല, പറയണം സമതെ ബീഫ് കഴിക്കരുത്, അല്ലെങ്കിൽ അതിന് ഇന്ന പ്രശ്നങ്ങളുണ്ട് എനിക്ക് പറയാം. എന്റെ കയ്യും വായും കെട്ടിട്ട് ബീഫ് കഴിപ്പിക്കാതിരിക്കാൻ പാടില്ല. യെസ്. അതേപോലെ എനിക്ക് പന്നി ഇറച്ചി ഞാൻ ശരിക്കും ഹറാമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കഴിക്കാത്ത ഒരാളാണ്. സമതിന് അത് കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് സമതും കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ നിർബന്ധിതമായി അത് ഫോഴ്സ് ചെയ്യുന്നതാണ് തീവ്രവാദം. അതാണ് അത് കഴിക്കാൻ പാടില്ല പ്രബോധനം വേണമെങ്കിൽ പറയാം. ഇന്ത്യയുടെ സാഹചര്യം എത്രത്തോളം മനോഹരമാണ്. പ്രബോധനം ചെയ്യാം, നിർബന്ധിക്കരുത്. അഥവാ ഏറ്റവും നല്ല രീതിയിൽ മനുഷ്യർക്ക് തമ്മിൽ ഇത്തരത്തിൽ ശരികളെ പറ്റിയുള്ള ആശയവിനിമയം നടത്താൻ ഏറ്റവും ആപ്റ്റായിട്ട് പ്രതലമാണ്. ആ പ്രതലത്തിനാണ് ഇങ്ങനെ പല വാർത്തകളാലും എന്താ പറയാ. ഇതിൽ ഏറ്റവും പ്രശ്നം എന്താ അറിയോ, ഈ പറയുന്ന ആള് മതത്തിനെതിരായിട്ടൊക്കെ സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശരിയാണത്. അതായത് മതങ്ങളൊന്നും ശരിയല്ല, ദൈവമില്ല എന്നുള്ളത് താങ്കളുടെ ബോധ്യമല്ലേ. അപ്പോൾ താങ്കൾ അതുമാത്രമാണ് ശരിയെന്നല്ലേ വിശ്വസിക്കുന്നത്. എന്നിട്ട് ആ ശരിയിലേക്ക് മറ്റുള്ളവരും വരണമെന്നല്ലേ താങ്കളും ആഗ്രഹിക്കുന്നത്. അത് താങ്കൾ പറയുന്നില്ലേ, അതുതന്നെയാണ് പ്രബോധനം. അതന്നെയാണ് മറ്റുള്ളവരെ ഈ പറഞ്ഞ താങ്കളുടെ ശരിയിലേക്ക്, താങ്കൾ വിശ്വസിക്കുന്ന ശരിയിലേക്ക് താങ്കൾ യഥാർത്ഥത്തിൽ നേരിട്ടോ അല്ലാതെയോ, ചിലപ്പോൾ നിങ്ങൾ പറയും ഞാൻ നിരീശ്വരവാദിയാകൂ എന്നാരും വിളിച്ചിട്ടൊന്നുമില്ല എന്ന് പറയും. പക്ഷേ താങ്കൾ ഈ സംസാരിക്കുന്നതിലൂടെയൊക്കെ അത്തരം ഒരു ആശയത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്, താങ്കളും ശ്രമിക്കുന്നത്. താങ്കളുടെ ശരിയിലേക്ക് മറ്റുള്ളവരെയും മനസ്സിലാക്കുക, അത് ബോധ്യപ്പെടുത്തുക എന്നുള്ളതിലേക്കാണ് താങ്കളും എത്തുന്നത്. എല്ലാവരും ചെയ്യുന്നത്. ഞങ്ങൾ മനസ്സിലാക്കുന്ന ചില ശരികളുണ്ട്, അത് ആളുകളോട് പറയണമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഇവിടെ സംസാരിക്കുന്നത്. താങ്കളുടേതായ ചില ശരികളുണ്ട്, അത് പറയാനാണ് താങ്കൾ ഒരു വീഡിയോ ആയിട്ട് ഒരു ചാനലുമായിട്ട് ഇരിക്കുന്നത്. വേറെ ചില ആളുകൾക്ക് പാസ്റ്റർമാർക്ക് അവരുടെ ശരികളുണ്ട്, അതുകൊണ്ടാണ് അവർ പിന്നെ ഒരു പലതരത്തിൽ വീഡിയോകളായിട്ടും അല്ലെങ്കിൽ നേരിട്ട് പോയും പല രൂപത്തിൽ അവരും പ്രബോധനം ചെയ്യട്ടെ. അത് അണ്ടിൽ ആരെങ്കിലും ഫോഴ്സ് ചെയ്തുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക്, ഇസ്ലാമിലേക്ക്, ഹിന്ദു മതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ അവിടെ നമ്മൾ എതിർക്കണം. അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ പ്രബോധനമോ അല്ലെങ്കിൽ ക്ഷണമോ മതപരിവർത്തനമോ ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാക്കി കേൾക്കാം. അതിന് ഉത്തരമാണ് ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെ ഇതുപോലെ ഒരുപാട് കുടുംബങ്ങളെ ക്രിസ്ത്യൻസ് ആക്കിയിട്ടുണ്ട്.
ഈ ക്രിസ്ത്യൻസ് ആക്കിയത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. പിന്നീട് ഇവർ ഈ ചർച്ചിൽ വരാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ ഇവർക്ക് കിട്ടാനുള്ളതൊക്കെ കുറയും. പക്ഷേ ഇവരെ ഹിന്ദുക്കളായിട്ടുള്ള ബന്ധുക്കളും അവരുടെ ഗ്രാമങ്ങളും ഒക്കെ ഇവരെ ഒഴിവാക്കിയിട്ടുണ്ടാവും. ചിലപ്പോൾ അത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ബീഹാറിലായിരിക്കുമ്പോൾ തന്നെ ഒരു കുട്ടി ചർച്ചിൽ വന്നതിനെ തുടർന്ന് ആ കുട്ടിയെ ഈ മത തീവ്രവാദികൾ, അതായത് ഹിന്ദു മതവിശ്വാസികളായിട്ടുള്ള RSSും ശിവസേനയൊക്കെയുള്ള അങ്ങനെയുള്ള സംഘടനകൾ, സദാചാരവാദികൾ ആ കുട്ടിയുടെ ശരീരത്തിൽ മുഴുവൻ ആസിഡ് ഒഴിച്ച് ആ കുട്ടിയെ കൊന്നു കളഞ്ഞു. അപ്പോൾ അത് സംഭവിക്കാൻ ഇടയായത് ആ കുട്ടിയെ ആദ്യമേ അവർ വാൺ ചെയ്തു, നീ ക്രിസ്ത്യൻ ആവരുത്, അവർ കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചാലും നീ കൺവേർട്ട് ആവരുത് എന്ന് പറഞ്ഞു. പക്ഷേ ഈ ചർച്ചുകാർ മോട്ടിവേറ്റ് ചെയ്തു, മോനെ ദൈവം രക്ഷിക്കും, ദൈവം എല്ലാം നോക്കിക്കോളും എന്ന് പറഞ്ഞ് അങ്ങനെ മോട്ടിവേറ്റ് ചെയ്തു. ആ കുട്ടി ചർച്ചിലേക്ക് വന്നു. കുറേ നാളുകൾ വരാൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് മത തീവ്രവാദം അങ്ങ് പീക്ക് ലെവലിലെത്തി. അവർ ആ കുട്ടിയെ കൊന്നുകളഞ്ഞു. വെറുതെ സ്വന്തം മതത്തിൽ വിശ്വസിച്ചുകൊണ്ടിരുന്ന ആളുകൾ, അവരുടെ വിശ്വാസപ്രകാരം ഹാപ്പി ആയി പോയിക്കൊണ്ടിരുന്ന ആളുകൾ, ഒരു കുഴപ്പമില്ലാതിരുന്ന ആളുകൾ, അവരെ മത തീവ്രവാദത്തിന് ഇരയാക്കി കൊടുത്തത് ഈ പെന്തക്കോസ്ത്. വാവ്, ആ കൊന്ന ആളുകൾ ചെറിയ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയ തീവ്രവാദം ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഇരയാക്കി, ആ പ്രശ്നമുണ്ടാക്കി, ഈ കുട്ടിയെ കൊല്ലാൻ ഏറ്റവും വലിയ കാരണമാക്കിയതാരാണ്? പെന്തക്കോസ്തുകാർ. ഇത് എന്തൊരു സുഹൃത്ത്, അത് മനസ്സിലാക്കണം എന്നാണ് പറയാനുള്ളത്. ഞാൻ പരിഹസിക്കല്ല, പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ ആരാണ് ഭരണഘടനാ വിരുദ്ധമായി ചെയ്തിട്ടുള്ളത്? ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനം ചെയ്തിട്ടുള്ളത് ആസിഡ് ഒഴിച്ചൊരു കുട്ടിയെ കൊന്നിരിക്കുകയാണ്. അത് ലളിതമായിട്ടാ പറയുന്നത്. ആ കുട്ടി യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തത്? അവന് ഭരണഘടനാപരമായി അവൻ വിശ്വസിച്ച മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ? ഉണ്ട്. മറ്റുള്ളവർക്ക് ക്ഷണിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ? ഉണ്ട്. അതാണ് അവർ ഉപയോഗിച്ചത്. അവിടെ ആരെങ്കിലും ഹാം ചെയ്തോ, പ്രയാസപ്പെടുത്തിയോ? അതിന്റെ രീതികളിൽ വേണമെങ്കിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇതിവിടെ നടന്നിട്ടുള്ള ഒരു കൊലപാതകമാണ്. അങ്ങേയറ്റത്തെ എല്ലാം ഏറ്റവും വലിയ മൗലികാവകാശ ലംഘനമാണ് നടന്നിട്ടുള്ളത്. അതിനെ പ്രശ്നവൽക്കരിക്കാതെ അതിന് ജസ്റ്റ് ഒരു കുറച്ച് തീവ്രവാദികൾ കുറച്ച് ചെയ്തത്. വാൺ ചെയ്യൂ, തീവ്രവാദികൾ വെറുതെ ചെയ്തല്ല, അവർ വാൺ ചെയ്തിട്ടുണ്ട്, വെറുതെ പോയിട്ടൊന്നുമില്ല. മാത്രമല്ല വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്ന ആളുകൾ സ്വന്തം മതത്തിൽ. ആരാ പറയുന്നേ? തൊട്ടു മുമ്പ് ഇയാൾ തന്നെയാണ് പറഞ്ഞത് അവരുടെ സ്വന്തം മതത്തിലുള്ള അവസ്ഥ എന്താണെന്നുള്ളത്. സ്വന്തം മതത്തിൽ മറ്റ് ജാതിക്കാർ തൊടാൻ പോലും റെഡിയല്ലാത്ത, അത്രമേൽ മോശം അവസ്ഥയിൽ ജീവിച്ചിരുന്ന, മറ്റുള്ളവരുടെ തുല്യമായ ഒരു അവസ്ഥയില്ലാതിരുന്ന, അതേപോലെ തന്നെ എല്ലാ നിലക്കും അടിച്ചമർത്തപ്പെട്ട ഒരു അവസ്ഥയിൽ നിന്നിരുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത്. വളരെ സന്തോഷത്തോടു കൂടി സ്വന്തം മതത്തിൽ സന്തോഷത്തോട് ജീവിച്ച ആളുകളെ വെറുതെ പോയിട്ട് പെന്തക്കോസ്തുകാർ പ്രയാസത്തിലാക്കിയാണ്. അത് അങ്ങനെയാണെങ്കിൽ ഇവരിപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, ഒന്നുകിൽ ഇയാൾ ഈ കുട്ടി വന്നത് ക്രിസ്ത്യൻ മതം ശരിയാണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആൾക്കുള്ള അവകാശമല്ലേ ശരിയാണെന്ന് മനസ്സിലാക്കുന്ന മതത്തിലേക്ക് പോകാൻ. അല്ലെങ്കിൽ ഈ പെന്തക്കോസ്തുകാർ എന്തെങ്കിലും കാണിച്ച് എന്താ പറയുക, അവരാകർഷിച്ചിട്ടുണ്ടാവും. അങ്ങനെ ആകർഷിച്ചിരിക്കുകയാണെങ്കിൽ സ്വന്തം മതത്തിൽ സന്തോഷമായി ജീവിക്കുന്നവരാണോ അങ്ങനെ ആകർഷിക്കപ്പെടുന്നത്? ഇവിടെ ഭക്ഷണം കിട്ടാത്തതുകൊണ്ടല്ലേ ആകർഷിക്കപ്പെടുന്നത്? ഇവിടെ അരിയും പഞ്ചസാരയൊക്കെ ഇവിടെ നന്നായിട്ടുണ്ടെങ്കിൽ പഞ്ചസാരക്ക് വേണ്ടി പോകില്ലല്ലോ, ആവശ്യമില്ലല്ലോ, പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവർക്ക് ഇത് സന്തോഷത്തോടെ സ്വന്തം മതത്തിൽ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ചെയ്യുന്നത്, അപ്പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അത് ഭയങ്കര കോൺട്രഡിക്റ്റിംഗ് ആണ് താങ്കൾ പറയുന്നത്. സന്തോഷമില്ല, സുഖമില്ല, സ്വസ്ഥതയില്ല. സ്വസ്ഥതയില്ലാത്ത അവസ്ഥയിൽ നിന്ന് സ്വസ്ഥതയുള്ളൊരു അവസ്ഥയെ തേടി പോകുമ്പോൾ കൊല്ലുന്ന ആളുകൾ, വാൺ ചെയ്ത് ആശ്രയിച്ച് കൊല്ലുന്ന ആളുകൾ, അവരുടെ കൂടെ ജീവിച്ചാലും സന്തോഷമില്ല, സന്തോഷമുള്ള സ്ഥലത്തേക്ക് പോകാൻ ശ്രമിച്ചാൽ അവരെ കൊല്ലും ചെയ്യും. അവർ വളരെ നല്ല, അല്ലെങ്കിൽ അത്ര മേൽ പ്രശ്നവൽക്കരിക്കപ്പെടേണ്ട ആവശ്യമുള്ള ആളുകളൊന്നുമല്ല. എന്നാൽ ഇത്തരത്തിൽ നല്ല അവസ്ഥയിലേക്ക് ക്ഷണിക്കുന്ന, അല്ലെങ്കിൽ നല്ല അവസ്ഥയുണ്ടെന്ന് കാണിച്ച് ആകർഷിപ്പിക്കുന്ന അങ്ങനത്തെ മനുഷ്യന്മാർ ഭയങ്കര ഡേഞ്ചറും ഭയങ്കര പ്രശ്നവും ഇങ്ങനെ ആഴത്തിൽ തീവ്രവാദികളായിട്ടുള്ള ആളുകളൊക്കെയാണെന്ന് പറയുന്നത്. അപ്പോൾ അത് ഒന്ന് സ്വയം വിചിന്തനം നടത്തുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. എവിടെയാണ് അടിസ്ഥാന പ്രശ്നം എന്നുള്ളത്, ആ പറഞ്ഞ ആ രീതികളോട് ഇപ്പോൾ എനിക്ക് വിയോജിപ്പുണ്ട്. ഈ പറഞ്ഞ രൂപത്തിൽ ഒരു മതം മാറ്റാൻ എന്തെങ്കിലും ഇങ്ങനെയുള്ള പ്രലോഭനങ്ങൾ കൊടുത്ത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അരിയോ പഞ്ചസാരക്കോ കൊടുത്ത് മാറ്റുക എന്ന രീതിയോട് എനിക്ക് വിയോജിപ്പുണ്ട് പേഴ്സണലി. പക്ഷേ ആ വിയോജിപ്പുണ്ട് എന്നുള്ളതിനപ്പുറത്ത് അത് തീവ്രവാദമാകുന്നില്ല, അത് ഭീകരവാദം തടയാൻ പറ്റൂല. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്കതിനോട് വിയോജിപ്പുള്ളതോടൊപ്പം തന്നെ അവിടെ എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഞാൻ കൂടുതൽ ആലോചിക്കേണ്ടത്. കാരണം അവിടെ അതുപോലും ഇല്ലാത്തൊരു വളരെ മോശം അവസ്ഥയിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇവരെ കൊണ്ട് കുറച്ച് നേരത്തേക്കുള്ള ഭക്ഷണമെങ്കിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് തടയാൻ ശ്രമിക്കുന്ന ഈ ഹൈന്ദവ തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട്. അവർ ചെയ്യേണ്ട കാര്യം അതാണ്. നിങ്ങളെ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആളുകൾ മതത്തിന് പോകരുത്. അപ്പോൾ നിങ്ങൾ പ്രോബ്ലം അനലൈസ് ചെയ്യുക. എന്താ പ്രോബ്ലം? നിങ്ങൾ ആളുകൾ മതത്തിന് പോകണം. റീസൺ എന്ന് പറഞ്ഞാൽ അവർക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ കിട്ടുന്നില്ല. അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? അവർക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ കൊടുക്കുന്ന, മതപരിവർത്തനത്തിന് വേണ്ടിയാണെങ്കിലും അടിസ്ഥാന ആവശ്യങ്ങൾ കൊടുക്കുന്ന പാതിരിമാരെയോ പെന്തക്കോസ്തുകാരെയോ അവരാക്രമിക്കുകയാണ് വേണ്ടത്. അത് അടിസ്ഥാന ആവശ്യങ്ങൾ ഉണ്ടായി കൊടുക്കുക വേണ്ടത്. ഏറ്റവും സിമ്പിളല്ലേ, മനുഷ്യരല്ലേ, ആ മനുഷ്യർക്ക് ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ട കാര്യങ്ങളല്ലേ അവിടെ സംഭവിക്കേണ്ടത്. അത് വെറും ഭക്ഷണം മാത്രമല്ല കേട്ടോ, ഒരു തുല്യമായ ഒരു ഡിഗ്നിറ്റിയാണ് ഏറ്റവും പ്രധാനം. ഓക്കെ, ഭക്ഷണം ഇല്ലെങ്കിലും വേണ്ട, എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് എന്ന ചിന്തയാണ് അടിസ്ഥാനപരമായിട്ട്. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നമ്മുടെ നാട്ടിൽ കുറച്ച് മുമ്പ് വരെ ഉണ്ടായിരുന്ന
അത് അതേപോലെ നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഈ പലതും. അപ്പോൾ അവിടുത്തെ അവരുടെ സാഹചര്യം മാറ്റുക, അവർക്ക് അഭിമാനമുള്ളൊരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക, മറ്റുള്ളവർക്ക് അവരെ പോലെ പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക, ഭക്ഷണം വെച്ചു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് കുറയുന്നല്ലേ നിങ്ങൾ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ പറയുന്നത് പലതും കാണിച്ച് പ്രലോഭിപ്പിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക, സാമൂഹിക സാഹചര്യം മാറ്റുക, എന്നിട്ടും അതുവരെ തടയുക. അല്ലാതെ ഇത്തരത്തിൽ എന്താ പറയുക, മറ്റുള്ളവരെ ആക്രമിച്ച് മറ്റുള്ളവരെ തീവ്രവാദിയാക്കിയിട്ടല്ലല്ലോ. നിങ്ങൾക്ക് തടയണമെങ്കിൽ തന്നെ ഇത് തടയാം. യെസ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇപ്പം ഇദ്ദേഹത്തിന് ക്രിസ്ത്യൻ തീവ്രവാദത്തെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. വേറെ ഒരുപാട് യഥാർത്ഥ തീവ്രവാദത്തെക്കുറിച്ച് സംസാരിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയുള്ള ഭരണഘടനാപരമായ അവകാശങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും തീവ്രവാദമല്ല. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ തന്നെ തീവ്രവാദ സംഘടനകൾ, ക്രൈസ്തവ തീവ്രവാദ സംഘടനകളുണ്ട്. നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി, നോർത്ത് ഈസ്റ്റിലെ സായുധ സംഘങ്ങളെക്കുറിച്ച് ഇന്ത്യ തന്നെ ഔദ്യോഗികമായി പുറത്തിറക്കിയിട്ടുള്ള രേഖകളിൽ നമുക്കത് കാണാൻ പറ്റും. അവർ ചെയ്ത ഒരുപാട് സായുധമായ റിബല്യനുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അതൊക്കെ നമുക്ക് രേഖകളിൽ കാണാൻ സാധിക്കും. ഇനി അതല്ല, ആഗോളതലത്തിൽ ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീവ്രവാദ പ്രവർത്തനം അല്ലേ, ഇപ്പോൾ ഈ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനിറ്റിയുടെ പേരിലാണ് എന്ത് ചെയ്യുന്നത്, ഇസ്രായേലിൻ്റെ എല്ലാ ഭീകര പ്രവർത്തനങ്ങൾക്കും അമേരിക്ക കൂടെ പിടിക്കുന്നത്. അമേരിക്ക ചെയ്യുന്ന പ്രവൃത്തി എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഈ പിന്നെ യേശുവിൻ്റെ തിരിച്ചുവരവിന് വേണ്ടിയുള്ള ഗ്രൗണ്ട് ഒരുക്കാൻ ഇസ്രായേലിൽ എന്ത് വേണം, ഇങ്ങനെ ഒരു ജൂതരാഷ്ട്രം വേണം. അവരെന്ത് ചെയ്താലും, അവരേത് വംശഹത്യ ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്യലാണ് ഞങ്ങളുടെ അവകാശം, അല്ലെങ്കിൽ ഞങ്ങളുടെ ബാധ്യത എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഒരു തീവ്രവാദം ആഗോളതലത്തിൽ സ്റ്റേറ്റ് സ്പോൺസേർഡായി നടക്കുന്നുണ്ട്. ആ തീവ്രവാദത്തിനെതിരായി സംസാരിച്ചുകൂടെ? അപ്പോൾ യഥാർത്ഥ തീവ്രവാദത്തെക്കുറിച്ച് മിണ്ടൂല. ഈ പറഞ്ഞ പിന്നെ ഇസ്രായേലും അമേരിക്കയും ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ക്രൂരതകളെക്കുറിച്ച് മിണ്ടൂല. ഇന്ത്യയിൽ തന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലുള്ള ക്രൈസ്തവ ഭീകര സംഘടനകളെക്കുറിച്ച് മിണ്ടില്ല. അവർ നടത്തുന്ന ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്ന് വിഘടിച്ചു പോകാൻ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് മിണ്ടില്ല. അതൊന്നും സംസാരിക്കാതെ ഈ പറഞ്ഞ മൗലിക അവകാശം ചെയ്യുമ്പോൾ അതിനെതിരായി സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഈ ഹിന്ദുത്വ ഭീകരർ നടത്തുന്ന അക്രമങ്ങളെ വെള്ളപൂശൽ മാത്രമാണ് ആവുക. താങ്കൾ ഇൻറ്റൻഷനലി അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അതാണ് അൾട്ടിമേറ്റ്ലി സംഭവിക്കുക. ഒരുപക്ഷെ താങ്കളുടെ ഈ പറഞ്ഞ ചെറുപ്പത്തിലുള്ള പട്ടിണിയും ആ പ്രയാസങ്ങൾ കൊണ്ടൊക്കെ സംസാരിക്കുന്നതായിരിക്കാം. പക്ഷേ ആ പ്രയാസങ്ങൾ ഒരുപക്ഷെ ഈ പ്രക്രിയയോടെ മൊത്തത്തിലൊരു വെറുപ്പ് മേ ബി ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ അതിനർത്ഥം ഒരിക്കലും ആ വെറുപ്പാണ് ശരി എന്നുള്ളതല്ല, അല്ലെങ്കിൽ അതിലൂടെ എത്തിയൊരു ബോധ്യമാണ് ശരി എന്നുള്ളതല്ല എന്നുള്ളത്. യഥാർത്ഥ തീവ്രവാദത്തെക്കുറിച്ച് സംസാരിക്കുക, യഥാർത്ഥ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുക. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞ നോർത്തിലൊക്കെ ഹിന്ദുത്വ ഭീകരർ ഈ പാസ്റ്റർമാർക്കെതിരെ നടത്തുന്ന അക്രമങ്ങൾക്കെതിരായി സംസാരിക്കുക എന്നുള്ളത് മാനവിക ബോധമുള്ള ഭരണഘടനാപരമായുള്ള അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഇത്തരം വിഷയങ്ങൾ കൂടുതലായി നമുക്ക് സംസാരിക്കാം. ശ്രമം.